സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എങ്ങനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ സോഷ്യൽ മീഡിയ സ്ട്രാറ്റജി ഡിഫൈൻ ചെയ്യേണ്ടത്? ആദ്യം ഡിസൈഡ് ചെയ്യണം ആ ബിസിനസ്സിന് സോഷ്യൽ മീഡിയ പ്രസൻസ് ഉണ്ടെന്നോ. ഒരു ക്ലയന്റ് നമ്മളെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഡിജിറ്റൽ പ്രസൻസ് അനാലിസിസ് നടത്താറുണ്ട്. അവരുടെ കമ്പനി ബ്രാൻഡ് എവിടെയൊക്കെ പ്രസന്റ് ആണെന്ന് നോക്കും. എസ്പെഷ്യലി എമർജിംഗ് ട്രെൻഡായ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, ലിങ്ക്ഡിൻ, യൂട്യൂബ് ഒരു പ്രസൻസ് എല്ലായിടത്ത് വേണം. അപ്പം അതുകൊണ്ട് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും എവിടെ സെർച്ച് ചെയ്താലും അവരുടെ ബിസിനസ്സോ പ്രൊഡക്റ്റോ സർവീസോ അതിൽ ഒരു അക്കൗണ്ടും ഒരു പേജ് ഉണ്ടായിരിക്കണം. നമ്പർ 1. രണ്ടാമത്തെ എന്താണ് സോഷ്യൽ മീഡിയ സ്ട്രാറ്റജി? അതിലേക്ക് ഒരു കറക്റ്റ് സ്കെഡ്യൂളായിട്ട് കറണ്ട് സ്കെഡ്യൂൾ ബേസ് ആയിട്ട് എന്ത് ചെയ്യണം? പോസ്റ്റിംഗ് പോകണം. നമ്മളൊക്കെ ബിസിനസ് ആരെന്താ ചെയ്യുക? എല്ലാവരും ഫേസ്ബുക്കിന് ഓണർ ആയിരിക്കും, ഫേസ്ബുക്ക് പേജിനും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ ഉണ്ടാവും. എന്നിട്ട് അവർക്ക് സൗകര്യം ഉണ്ടാകുമ്പോൾ റീലൊക്കെ ഇടും, അവർക്ക് സൗകര്യം ഉണ്ടാകുമ്പോൾ ഒരു ബാനറാണ് പോസ്റ്റ് ചെയ്യും. ഞാൻ ചെയ്യുന്നുണ്ട്, ഞാൻ ബൂസ്റ്റ് ചെയ്യാറുണ്ട്, ഞാൻ 200, 300, 500 കസ്റ്റമർ ഇടയ്ക്ക് ബൂസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് ബിസിനസ് കിട്ടില്ല. ചില ആളുകൾ നമ്മളെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഒക്കെ ഓല ഡിസൈഡ് ചെയ്യുക. റീൽസ് നമ്മൾ ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാം ചെയ്യുന്നുണ്ട്, ബാനർ ചെയ്യുന്നുണ്ട്, എല്ലാം നമ്മൾ ഇടുന്നുണ്ട്. പക്ഷെ നമുക്ക് റിസൾട്ട് നമുക്കൊരു ബിസിനസ് കിട്ടുന്നില്ല. കിട്ടുമോ ബിസിനസ്? പ്രോപ്പർ സ്ട്രാറ്റജി വേണം, പ്രോപ്പറായിട്ട് സ്കെഡ്യൂൾ എല്ലാ ദിവസവും. ടൈം ഓഫ് പോസ്റ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. എപ്പോഴെങ്കിലും പോസ്റ്റ് ചെയ്ത കാര്യമല്ല. എസ്പെഷ്യലി വർക്കിംഗ് ഡേയ്സിൽ ആഫ്റ്റർ 5:36 ആണ് ബെസ്റ്റ് ടൈം. സൺഡേസ് എപ്പോഴാണ് ബെസ്റ്റ് ടൈം? രാവിലെയാണ് ബെസ്റ്റ് ടൈം സൺഡേ. ഇപ്പോൾ റെസ്റ്റോറൻറ്റ് ബിസിനസ് സാറ്റർഡേ സൺഡേ ചെയ്യണം. അപ്പോൾ ആ രീതിയിൽ സോഷ്യൽ മീഡിയ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ടൈം പ്രാധാന്യമുണ്ട്, അതിന് സ്കെഡ്യൂളിങ് പ്രാധാന്യമുണ്ട്, അതിലുപയോഗിക്കുന്ന കീവേഡ്സുകൾ. ഇപ്പം ഹാഷ്ടാഗിന്റെ ട്രെൻഡ് കഴിഞ്ഞു, ഹാഷ്ടാഗിന് വലിയ കാര്യമല്ല. ഇപ്പോൾ കീവേഡ്സുകളാണ്. അപ്പോൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് 6 പട്ടുകൾ പോസ്റ്റുമായി ബന്ധപ്പെട്ട കീവേഡുകൾ പരമാവധി ഉപയോഗിക്കും.